इसको क्या हुआ भाई? മൈ ഫ്രണ്ട് ഡ്രങ്ക് അടിച്ച് ബോധം പോയി. ഒരു കുരിശ് കിട്ടിയിരുന്നെങ്കിൽ ഇവരങ്ങ് തറയ്ക്കായിരുന്നു. ആ ഡിക്കി ഒന്ന് തുറ. ഡിക്കിക്കകത്ത് വെച്ച് അവൻ രക്ഷപ്പെടുമെന്ന്. കാറിനകത്ത് 4 മടക്കി അങ്ങ് വെക്കാം. ഡോറ് തുറന്നാലല്ലേ അവൻ രക്ഷപ്പെടും. തള്ളി കയറ്റടാ. ജീവിതത്തിൽ ഇങ്ങനെ പണിയെടുത്തു. കിണക്കണ്ടില്ലേ? ഇതാണ് 300 കോടിയുടെ പെയിന്റിങ്. നീ എന്താ ആൾക്കാരെ കളിയാക്കും? നീ സമാധാനപ്പെട്, ഞാൻ നോക്കട്ടെ. ജോ, ഇവിടെ വെച്ച് തന്നെ നോക്കണം. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കില്ലേ? ആദ്യം നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇത് തന്നെയാണെന്ന് അറിയണ്ടേ. വെറുതെ ഈ വിഴുപ്പ് ചുമക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇതിനകത്ത് ഇല്ലെങ്കിൽ അങ്ങ് പോലീസിന് പിടികൊടുത്ത കാര്യം എളുപ്പമായില്ലേ? ഇത് കാണുമോ അതൊക്കെ? അയ്യോ ഉണ്ടാവില്ലേ? നീ അവിടെ അങ്ങനെ സ്റ്റിച്ചോ മറ്റോ ഉണ്ടോ നോക്കി. ആ അതെ, ഇവിടെ ഉണ്ട്. മൊത്തം സ്റ്റിച്ച് തന്നെ. ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഭാഗമായി കണ്ടാൽ മതി. ഒരു മാസ്റ്റർ പ്ലാൻ. ഈ പ്രപഞ്ചം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളി. സാർ എണീക്കണം സാർ. ഞാൻ ചത്തില്ലേ? ഇല്ല സാർ. അതെന്ത്? സാറിനെ ഞങ്ങൾ എല്ലാരും കൂടെ രക്ഷിച്ചു, അല്ലെങ്കിൽ ചത്തേനെ. ഞങ്ങളെന്ന് പറഞ്ഞാല് അതിപ്പോ ഞാനും ഇവനും അവനും മാഷും. ഒന്നും കാണുന്നില്ലല്ലോ. ഉള്ളതും കൂടെ പോയോ? എന്റെ കണ്ണാടി എവിടെ? കണ്ണാടി തരാം. കണ്ണാടി കൊടുക്കുന്നത് കുഴപ്പമാവോ? ദാ സാർ. ഒന്നുമില്ല സാർ. 5 മിനിറ്റ് ഞങ്ങൾക്ക് തരണം. എന്തിന്? സമാധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. എനിക്കൊന്നും കേൾക്കാം പ്ലീസ്. ഓടാരിയായല്ലോ. നിവൃത്തികേടുകൊണ്ടാണ് ചെയ്തു പോയത് എന്നതൊരു എക്സ്ക്യൂസ് അല്ലാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എല്ലാവർക്കും രക്ഷപ്പെടാനൊരു അവസരം സാറിന് ഞങ്ങൾ പിടിച്ചു കൊടുത്താൽ മാക്സിമം കിട്ടുന്നത് പത്രത്തിൽ ഒരു 2 വാർത്ത, അല്ലെങ്കിൽ തോളത്തൊരു തട്ട്. പിന്നെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ കയ്യിൽ ഞങ്ങൾക്കെതിരായി ആകെയുള്ളത് ആ ചായക്കടക്കാരനെ കൊണ്ട് വരപ്പിച്ചൊരു സ്കെച്ച് മാത്രമാണ്. പിന്നെ ഞങ്ങളവിടെ പോയി ഒരു ചായ കുടിച്ചതിനപ്പുറം അതൊരു തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് സാറിന് നന്നായി അറിയാം. നോക്കണ്ട, ഇനി നീ ചെല്ലേ, കാലു പിടിച്ചോ. ഇന്ന് സാറ് ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങൾ സാറിന് കൈമാറാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ ക്രിമിനലിന്റെ മാത്രമായിരിക്കില്ല. ചൈനീസ് സർക്കാർ പെയിന്റിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് തരുന്ന കോടികളുടെ ഒരു പങ്ക് കൂടെ ആയിരിക്കും. പ്ലീസ്. ബാങ്ക് കവർച്ച നടന്ന ദിവസം ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എവിടെ വേണമെങ്കിലും ഒന്ന് തെളിവ് പറയാം സാർ. അവര് പറയും സാർ, അവര് പറയും. സാറിനെ സഹായിക്കാൻ സർക്കാരുണ്ട്, നമ്മളെ സഹായിക്കാൻ സാർ മാത്രമേ ഉള്ളൂ. സാറാണ് സത്യം. ഭയങ്കര വിഷമം വന്നവ ഇങ്ങനെ കൊല വിളി വിളിക്കും.
ജീവിച്ച് കൊതി തീർന്നില്ല സാർ. സാർ കണ്ടില്ല സാർ, ഇനി സാറ് തീരുമാനിക്കണം. ഈ 3 ചെറുപ്പക്കാരുടെ ജീവൻ തല്ലിക്കെടുത്തണോ അതോ ആർക്കുമില്ലാതെ പോകുന്ന കോടികൾ വേണമെന്ന്. 3 ചെറുപ്പക്കാരോ? അപ്പൊ ഞാനും ഇതും വിട്ടുപോലെ. സാർ പ്ലീസ് 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 സാർ. ഓ, നിങ്ങൾ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഇതിലൊരു പങ്കായിട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന കോടികൾ കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല. പക്ഷെ നിങ്ങളുടെ ഇന്ത്യൻ യുവത്വത്തിന്റെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ ഭാവി. അതാണ് അതാണ് അത് ഓർത്തുകൊണ്ട് മാത്രം നിങ്ങൾ പറയുന്ന ഞാൻ മനസ്സില്ല മനസ്സോട് അങ്ങ് എടേ, നിങ്ങളീ പറയുന്ന പൈസയൊക്കെ ചൈനക്കാരന്മാര് തരൂടേ. തരും. എന്നെ പറ്റിക്കരുത് കേട്ടാ. സാറിനെ പറ്റിച്ച ഞങ്ങൾ അകത്ത് പോവില്ലേ? സാർ ഇത്ര മണ്ടനായി പോയല്ലോ. തന്നടേ, തലയ്ക്ക് അടിയേറ്റതിന് ശേഷം എന്തോ കുഴപ്പമുണ്ടോന്ന് എനിക്കും ഒരു സംശയം. ഓക്കെ ബോയ്സ്, ഞാൻ ആ നമ്പ്യാരന്മാരെ ഒന്ന് കൈകാര്യം ചെയ്യട്ടോ. വെറും കഞ്ഞികളാ. താങ്ക് യു. ഓ താങ്ക് യു ചൈനക്കാരെ മറക്കണ്ട. നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നതാടാ ഈ 30 കോടി. നമ്മൾ ഇനി പൊളിക്കുന്നു. അതെ, നമ്മൾ അടിച്ചു പൊളിക്കുന്നു. അവളടിച്ച് പൊളിക്കുന്നോടാ പെരിച്ചാഴി. പെരിച്ചാഴി, നിന്റെ വാപ്പ തട്ടിയടാ ബഷീർ. ഒന്ന് ശശീരം. ഒന്ന് ശശി നിന്റെ വാപ്പയാടാ. വീട്ടിൽ കിടന്നില്ലടാ, ഓർത്ത്. എന്റെ തല എന്റെ കയ്യിലിട്ട് കൊല്ലൂടാ.